ഫ്ലൈങ് ടു ഡൽഹി ഗൈസ്. ദില്ലി ബേബി ദില്ലി. അങ്ങനെ സെക്യൂരിറ്റി ചെക്കിനും ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വി ഗൈസ് ആർ മൂവിങ് ടു ഗേറ്റ്സ്. എയർലൈൻ ഡയറക്റ്റ് സ്റ്റാഫ് ആയിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ ബെനിഫിറ്റ്സ് ആണിത്. ഓരോ ട്രെയിനിങ്ങിന് കമ്പനി ചിലകളിൽ നമുക്ക് ഡൽഹി അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും സ്റ്റേഷൻ നമുക്ക് പോകാൻ പറ്റും. അത് എയർലൈൻ ഡയറക്റ്റ് കമ്പനിയിലൊക്കെ കിട്ടുന്നവർക്ക്, ഡയറക്റ്റ് എയർലൈൻ സ്റ്റാഫായി കിട്ടുന്നവർക്ക് നല്ലൊരു ബെനിഫിറ്റാണ്. ഞങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ ഗേറ്റ്സ് വന്നിരിക്കുന്നത് 26 ആണ്. സോ 26 താഴേക്ക് പോകണം. ഞാനും ദിൽഷാദും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഫ്ലൈറ്റിനുള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പോൾ ഫ്ലൈറ്റിൽ കയറി നമ്മൾ സീറ്റ് വരുന്നു. എൻ്റെ സീറ്റ് 5 ബ്രാവോ, 5 ആൽഫ. വേറൊരു ഫ്രണ്ട് ഉണ്ട് 6 ആണ്. വെയിറ്റിംഗ് ഫോർ ദി ടേക്ക് ഓഫ്. അഡ്രിനാലിൻ പുഷിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു ദിൽഷാദ്. കഴിച്ചുകൊണ്ടിരിക്കുന്നു. അവന് ഇനി എന്താ ജസ്റ്റ് ചിക്കൻ നൂഡിൽസ്, ഞാൻ ചില്ലി മഞ്ചൂരിയൻ നൂഡിൽസ് പ്ലസ് ഒരു ഹോട്ട് ചോക്ലേറ്റ്. ഇവനിതാ കോക്കുണ്ട്. അപ്പോൾ ഇനി ഇതൊന്നും കഴിക്കട്ടെ, നല്ല വിശപ്പുണ്ട്. വൈകുന്നേരം നോമ്പ് തുറന്നപ്പോൾ കഴിച്ചതാണ്. സോ ഫ്ലൈറ്റിനുള്ളിൽ ഒരു ഫുഡ് റിവ്യൂ ആണ്, ചോദിച്ചു നോക്കാം. ഇതിൽ മോനെ എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? ആക്ച്വലി ഞാൻ എടുത്തിട്ടുള്ള ചില്ലി മഞ്ചൂരിയൻ കുഴപ്പമില്ല, ഓക്കെയാണ്. കുറച്ച് സ്പൈസി ഉണ്ട്. ഇറ്റ്സ് ഗുഡ് ആക്ച്വലി. ഇപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു, കുഴപ്പമില്ലായിരുന്നു. വിശന്നുകൊണ്ടാണോ എന്നറിയില്ല, നല്ല ടേസ്റ്റ്, കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു കോഫി ഉണ്ട്, കുടിക്കണം, ചൂടാണ്. ഇത്രയൊക്കെ ഉള്ളൂ ഫ്ലൈറ്റിലെ ഫുഡ് എന്ന് പറയും കഴിച്ചത്. ഇപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇനി ചെറിയൊരു ഉറക്കം. കുറേ പേര് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ലൈക്ക് എയർലൈൻ സ്റ്റാഫായി കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ. ഇതൊക്കെയാണ് ബെനിഫിറ്റ്സ്. ഇതൊക്കെ ഒരു ബെനിഫിറ്റായിട്ട് കൂട്ടാം. ഓരോ ട്രെയിനിങ്ങിന് നമുക്ക് കമ്പനീൻ്റെ ചിലവിൽ തന്നെ ഫ്ലൈറ്റ് കമ്പനി തരും, അതുപോലെ തന്നെ സ്റ്റേ കമ്പനി തരും, ഫുഡ് കമ്പനി വക, ട്രാൻസ്പോർട്ടേഷൻ കമ്പനി വക, എല്ലാം നമ്മൾ ട്രെയിനിങ് പീരീഡിലെല്ലാം കമ്പനി വകയായിരുന്നു. കമ്പനിയാണ് നമ്മുടെ എല്ലാം ടേക്ക് കെയർ ചെയ്യുക. സോ നിങ്ങളൊരു ഡയറക്റ്റ് എയർലൈൻ സ്റ്റാഫാണെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദിസ്. എടുത്തെടുത്ത് പറയുന്ന പ്രത്യേകിച്ച് കമൻറ്റോളികളുണ്ട്. ഐ മീൻ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല, ഞാൻ അത്രത്തോളം വളർന്നിട്ടില്ല. പക്ഷേ കമൻറ്റിൽ കുറച്ച് പേര് കമൻറ്റ് ഇടാറുണ്ട് ഒരിക്കലും ഒരാൾക്ക് ഇങ്ങനെ +2 കഴിഞ്ഞ ഒരാൾക്ക് ഒരു ഡയറക്റ്റ് എയർലൈൻ സ്റ്റാഫ് ആകാൻ പറ്റില്ല. സോ അവരോടൊക്കെയുള്ളൊരു മറുപടിയാണ്, ഇഫ് ഐ എം ഹിയർ ഇൻ ദിസ് സീറ്റ് റൈറ്റ് നൗ ഇൻ ദ ഫ്ലൈറ്റ് 30,000 feet, if I'm right here, it means like you can also be an airline direct staff with holding your +2 or with your graduation. So നമ്മളിപ്പോൾ ഡൽഹിയിലെത്തി. ഇതാണ് ഞാൻ വന്ന ഫ്ലൈറ്റ്. നല്ലൊരു ഉറക്കം ഉറങ്ങി എല്ലാവരും, ഏകദേശം നല്ലൊരു ഉറക്കം ഉറങ്ങി. ഞാനിവിടെ ലാൻഡ് ചെയ്തതിന് ശേഷം എനിക്ക് പ്രോപ്പറായിട്ട് ഉറക്കം കഴിഞ്ഞിട്ട് തലൊക്കെ ഒന്ന് പൊങ്ങിയത് ഇപ്പോഴാണ്. ഇറ്റ് വാസ് ഗുഡ് ആക്ച്വലി. ഇപ്പോൾ ഡൽഹിയിലെത്തി. അങ്ങനെ 2.5 മണിക്കൂറിൻ്റെ ഫ്ലൈറ്റിന് ശേഷം ഞങ്ങളിപ്പോൾ ബാംഗ്ലൂർ ഡൽഹി എയർപോർട്ടിൽ ലാൻഡായി. ഇപ്പോൾ ബാഗേജ് കളക്ട് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ മാതിരി ശരി കുഞ്ഞു മൈൻഡ് ഹെഡ് നീട്ടിയിട്ടുള്ള ആ ഒരു ചുമലിൻ്റെ അവിടെ എത്തി. സോ ഇപ്പോൾ അവിടെ എത്തി. ഇനി ബാഗേജ് കളക്ട് ചെയ്യണം, എന്നിട്ട് പുറത്തിറങ്ങണം. സോ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ പുറത്തിറങ്ങി. ഇപ്പോൾ ഹോട്ടലിലേക്ക് പോകാൻ നിൽക്കുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കണ്ടിന്യൂസേഷൻ ഇല്ലാത്തൊരു കുഞ്ഞു വീഡിയോ ആണ്. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ്. അടുത്ത നല്ല ഡൽഹി വീഡിയോസ് ആയിട്ട് വരുന്നവരേക്ക് ഇറ്റ്സ് മീ ബാദ്ഷാ സൈനിങ് ഓഫ്.